ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും യുദ്ധക്കൊതിയന്മാരായ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം വലിയ ഒരു യുദ്ധത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പെഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലേക്ക് നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാനും ഇന്ത്യക്കെതിരെ വലിയ ഒരു സൈനിക നീക്കം നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ബുനിയാൻ അൽ മർസൂസ് എന്നാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നീക്കങ്ങൾക്ക് പേരിട്ടിരിക്കുന്നത്. ഈയം കൊണ്ടുണ്ടാക്കിയ ഉറച്ച മതിൽ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഡ്രോൺ ആക്രമണവും ഷെല്ലാക്രമണവുമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രധാനമായും നടത്തിയിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അതിരൂക്ഷമായ മിസൈൽ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പാകിസ്ഥാൻ അയച്ച എല്ലാ മിസൈലുകളും തകർത്തു എന്നാണ് ഇന്ത്യൻ സൈന്യം അറിയിച്ചിട്ടുള്ളത്. ഇതിന് തിരിച്ചടിയായി ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ 4 വ്യോമതാവളങ്ങളിൽ വിജയകരമായി ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതിൽ റാവൽപിണ്ടിയിലുള്ള നൂർഖാൻ വ്യോമതാവളവും ഉൾപ്പെടും. റാവൽപിണ്ടിയിലുള്ള നൂർഖാൻ വ്യോമതാവളത്തിലാണ് പാകിസ്ഥാൻ വ്യോമസേന തങ്ങളുടെ ഫ്രഞ്ച് നിർമ്മിതമായ യുദ്ധവിമാനമായ മിറാജ് 5 യുദ്ധവിമാനങ്ങളും അതുപോലെ ചൈനീസ് നിർമ്മിത യുദ്ധവിമാനങ്ങളായ JF-17 യുദ്ധവിമാനങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യൻ വ്യോമസേന ഇന്നലെ വിജയകരമായി ആക്രമണം നടത്തിയത്. ഇതിനു പുറമെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലുള്ള മുരീദ് വ്യോമതാവളത്തിലേക്കും ഇന്ത്യൻ സൈന്യം വിജയകരമായി ആക്രമണം നടത്തിയെന്നാണ് ഇന്ത്യൻ സൈന്യം അറിയിച്ചിരിക്കുന്നത്. പഞ്ചാബ് പ്രവിശ്യയിലുള്ള ഈ മുരീദ് വ്യോമതാവളത്തിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ പ്രധാനമായും ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. അതിനുള്ള തിരിച്ചടിയാണ് ഇന്ത്യൻ സൈന്യം ഇന്നലെ രാത്രി നൽകിയത്. ഇന്ത്യയിലെ 26 കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് 400ഓളം ഡ്രോണുകളാണ് ഇന്നലെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിട്ടത്. ഇതിൽ ബഹുഭൂരിപക്ഷം ഡ്രോണുകളെയും യുദ്ധവിമാനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തകർത്ത് കളഞ്ഞു എന്നാണ് ഇന്ത്യൻ സൈന്യം പ്രതികരിച്ചത്. ഇതിനിടെ പാകിസ്ഥാൻ ഇറാൻ നിർമ്മിതമായ ഫതഹ് 1 ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് പാകിസ്ഥാൻ സൈന്യം ഇറാന്റെ അതിമാരക പ്രഹരശേഷിയുള്ള ഷോർട്ട് റേഞ്ച് മിസൈലായ ഫതഹ് 1 ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തിയത്. 140 കിലോമീറ്റർ ആണ് ഈ മിസൈലിന്റെ ദൂരപരിധി. 350 കിലോഗ്രാം മുതൽ 450 കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഫതഹ് 1 മിസൈലിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിശക്തമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. പക്ഷേ ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ പാകിസ്ഥാൻ അയച്ച ഫതഹ് 1 മിസൈലിനെ ഇന്ത്യൻ സൈന്യം തകർക്കുകയാണ് ഉണ്ടായത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയ പ്രധാനപ്പെട്ട പല ആക്രമണവും ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തിയത് റഷ്യൻ നിർമ്മിതമായ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം വലിയ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കുവാൻ ഇറാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖ്ചി ഇന്ത്യയിലും പാകിസ്ഥാനിലും സന്ദർശനം നടത്തി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്തിയെങ്കിലും ഇറാന്റെ ഈ മധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.